അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളുടെ ട്രാൻസ്ലേഷൻ കോഴ്സിൻ്റെ 21ാമത്തെ എപ്പിസോഡിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇന്ന് നാം പരിചയപ്പെടുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെത്തേതുപോലെ വേറെ ഒരു മോഡൽ ലെറ്ററിനെ കുറിച്ചാണ്. നാം നമ്മുടെ സുഹൃത്തുക്കൾക്ക് പേഴ്സണലായിട്ട് അയക്കുന്ന, ഇൻഫോർമലായിട്ട് അയക്കുന്ന, ഫോർമാലിറ്റീസ് കുറവായിട്ടുള്ള ഒരു ലെറ്ററിനെ കുറിച്ചാണ് നാം പരിചയപ്പെടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അറബി നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. അസീസി ഇസ്മു സദീഖ്, അവിടെ നമ്മളുടെ സുഹൃത്തിൻ്റെ പേരാണ് എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ അസീസി റാഷിദ്, അസീസി ആരുടെയെങ്കിലും ജവാദ്, മർഹം ആരുടെയെങ്കിലും പേരെഴുതാം. തഹിയ്യത്തുൻ ത്വയ്യിബ, أتمنى أن تكون بخير. لقد مضى وقت طويل منذ آخر مرة تحدثنا فيها، وأردت أن أطمئن عليك. كيف حالك؟ وكيف تجري الأمور معك؟ أتمنى أن نلتقي قريبا ونقضي وقتا ممتعا معا. أتمنى أن نلتقي قريبا ونقضي وقتا ممتعا معا. اعتني بنفسك وأرسل لي أخبارك قريبا. صديقك المخلص اسمك. നിങ്ങളുടെ പേരാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ആർക്കാണോ നാം എഴുതുന്നത് അവരുടെ പേര് ആദ്യമായിട്ട് എഴുതുക. രണ്ടാമതായി അവസാനം നിങ്ങളുടെ പേര്, ആരാണോ എഴുതുന്നത് അവരുടെ പേര് താഴത്തും എഴുതുക. ഇനി അതിന് ഇംഗ്ലീഷിലുള്ള ഓവറോൾ ട്രാൻസ്ലേഷൻ വായിച്ചു തരാം. അതിനുശേഷം നമുക്ക് പാർട്ടായിട്ടൊന്ന് നോക്കാം. പേഴ്സണൽ ലെറ്റർ ടു എ ഫ്രണ്ട്. ഡിയർ, എന്നിട്ട് ഫ്രണ്ടിൻ്റെ നെയിം, ഫ്രണ്ട്സ് നെയിം. വാം ഗ്രീറ്റിംഗ്സ്. ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് ടോക്ക്ഡ് ആൻഡ് ഐ വാണ്ടഡ് ടു ചെക്ക് ഓൺ യു. How are you? How are things going with you? I hope we can meet soon and spend some great time together. Take care and send me your news soon. Your sincere friend, your name. ഇനി നമുക്ക് പാർട്ടായിട്ട് നോക്കാം. ഡിയർ അല്ലെങ്കിൽ ഫ്രണ്ട്സ് നെയിം. ഡിയർ എന്നുള്ളതിന് അവിടെ എന്താണ് ഉപയോഗിക്കുക? ഫോർമലിൽ ഒരു ഡിയറിന് ഒന്നായിരിക്കും ഉപയോഗിക്കുക, ഇൻഫോർമലിൽ മറ്റുള്ളതായിരിക്കും ഉപയോഗിക്കുക. ഡിയർ എന്നുള്ളതിന് അസീസി എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ ഡിയർ പ്രിൻസിപ്പാൾ എന്നുള്ളതിന് അസീസ് എന്നതാണ് അവിടെ ഉപയോഗിക്കില്ല. അവിടെ മറ്റുള്ള പദം അൽ മുഹ്തറം, റെസ്പെക്റ്റഡ് എന്നുള്ളതാണ് അവിടെ പ്രയോഗിക്കുക. ഡിയർ HOD, അവിടെയൊക്കെ റെസ്പെക്റ്റഡ് എന്നുള്ളതിന് ഉപയോഗിക്കുന്ന മുഹ്തറം എന്നാണ് ഉപയോഗിക്കുക. ഇത് ഇൻഫോർമൽ ആയതുകൊണ്ട്, തൻ്റെ സുഹൃത്തുക്കൾക്ക് എഴുതുന്നതായതുകൊണ്ട് അസീസി എന്നാണ് ഉപയോഗിക്കുക. എൻ്റെ സുഹൃത്ത്, പ്രിയം നിറഞ്ഞ സുഹൃത്തെ എന്നുള്ള അർത്ഥം. ഇസ്മു സദീഖ്, ഉദാഹരണം അസീസി റാഷിദ്, അസീസി സാലിം. ഇനിയിപ്പോൾ ഒരു പെണ്ണാണെങ്കിൽ അസീസത്തി ഫാത്തിമ, അസീസത്തി ആയിഷ, അസീസത്തി ഖദീജ. അങ്ങനെ പെണ്ണാണെങ്കിൽ അസീസത്തി എന്നാകും, ആണാകുമ്പോൾ അസീസി എന്നാകും. നെക്സ്റ്റ് വാം ഗ്രീറ്റിംഗ്സ്. അടുത്ത ഒരു ഫ്രൈസാണ് വാം ഗ്രീറ്റിംഗ്സ്. അതിനെന്താണ് പ്രയോഗിക്കുക? തഹിയ്യത്തുൻ ത്വയ്യിബ എന്നാണ് വാം ഗ്രീറ്റിംഗ്സിന് പ്രയോഗിക്കുക. തഹിയ്യത്തുൻ ത്വയ്യിബ. ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഞാൻ വിചാരിക്കുന്നു നിൻ്റെ അവസ്ഥകളൊക്കെ വളരെ ഉഷാറാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ എന്നുള്ളതിന് എന്താണ് പ്രയോഗിക്കുക? അത്തമന്ന അൻ തകൂന ബിഖൈർ. അത്തമന്ന, ഐ ഹോപ്പ്. അത്തമന്ന, നമ്മൾ വേറൊരു കത്തിൽ പരിചയപ്പെട്ടത് അർജു എന്നാണ്. ഇവിടെ ഇൻഫോർമൽ ആയതുകൊണ്ട് അത്തമന്ന എന്നാണ് പ്രയോഗിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് പലതരം കത്തുകളിൽ പലതരം രീതികളായിരിക്കും പ്രയോഗിക്കുക. അത്തമന്ന അൻ തകൂന ബിഖൈർ. ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. താങ്കൾ നന്മയിലാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അൻ തകൂന ബിഖൈർ. നെക്സ്റ്റ്, നമ്മൾ കണ്ടുമുട്ടിയിട്ടും സംസാരിച്ചിട്ടൊക്കെ ഒരുപാട് സമയമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് ടോക്ക്ഡ് ആൻഡ് ഐ വാണ്ട് ടു ചെക്ക് ഓൺ യു. നിങ്ങൾ എങ്ങനെയാണ് എന്ന് ഞാനൊന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന് അറബിയിൽ എന്താണ് പറയുക? ലക്കത് മലാ വക്തുൻ തവീലുൻ. ലക്കത് മലാ വക്തുൻ തവീലുൻ. ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം. ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം. ലക്കത് മലാ വക്തുൻ തവീലുൻ. ലക്കത് മലാ വക്തുൻ തവീലുൻ. സിൻസ് എന്നുള്ളതിന് മുൻതു. വി ലാസ്റ്റ് ടോക്ക്ഡ്. വി ലാസ്റ്റ് ടോക്ക്ഡ് എന്നുള്ളത് ആഖിറ മറത്തിൻ തഹദ്ദസ്ന ഫിഹ. ആഖിറ മറത്തിൻ തഹദ്ദസ്ന ഫിഹ. വി ലാസ്റ്റ് ടോക്ക്ഡ് എന്നുള്ളത് ആഖിറ മറത്തിൻ തഹദ്ദസ്ന ഫിഹ. ലാസ്റ്റ് എന്നുള്ളതിന് ആഖിറ മറത്ത്, ടോക്ക്ഡ് എന്നുള്ളത് തഹദ്ദസ്ന ഫിഹ. ഓക്കെ. ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം. ലഖദ് മളാ വഖ്തുൻ തവീലുൻ സിൻസ് മുൻദു വി ലാസ്റ്റ് ടോക്ക്ഡ് ആഖിറ മറത്തിൻ തഹദ്ദസ്ന ഫിഹ. ആൻഡ് ഐ വാണ്ട് ടു ചെക്ക് ഓൺ യു വ അറത്തു അൻ അത്മ ഇന്ന അലൈക്ക. ചെക്ക് ഓൺ യു എന്നുള്ളതിന് അൻ അത്മ ഇന്ന അലൈക്ക. ഐ വാണ്ടഡ് വ അറത്തു അൻ അത്മ ഇന്ന അലൈക്ക. നിങ്ങളെങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് അന്വേഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ. ലഖദ് മളാ വഖ്തുൻ തവീലുൻ മുൻദു ആഖിറ മറത്തിൻ തഹദ്ദസ്ന ഫിഹ വ അറത്തു അൻ അത്മ ഇന്ന അലൈക്ക. നെക്സ്റ്റ്, ഹൗ ആർ യു? ഹൗ ആർ തിങ്സ് ഗോയിങ് വിത്ത് യു? ഹൗ ആർ യു? ഹൗ ആർ തിങ്സ് ഗോയിങ് വിത്ത് യു? അതിന് അറബിയിൽ എന്താണ് പ്രയോഗിക്കാൻ നോക്കുക. സിമ്പിളാണ്. ഹൗ ആർ യു, കൈഫ ഹാലുക്. ഇനി ഹൗ ആർ തിങ്സ് ഗോയിങ് വിത്ത് യു വകൈഫ തജിരിൽ ഉമൂറു മഅക്. ഉമൂർ, തിങ്സ്, തജിരി, ഗോയിങ്, മഅക, വിത്ത് യു. അങ്ങനെ ഓരോ പാർട്ടായിട്ട് നമ്മൾ പഠിക്കണം. എന്നാലാണ് നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെടുകയുള്ളൂ. ഹൗ ആർ തിങ്സ് ഗോയിങ് വിത്ത് യു വകൈഫ തജിരിൽ ഉമൂറു മഅക. ഹൗ ആർ യു എന്നുള്ളതിന് കൈഫ ഹാലുക്. നെക്സ്റ്റ്, ഐ ഹോപ്പ് വി ക്യാൻ മീറ്റ് സൂൺ ആൻഡ് സ്പെൻഡ് സം ഗ്രേറ്റ് ടൈം ടുഗദർ. ഓക്കെ. അത്തമന്ന അൻ നൽതഖി വനഖ്ലി അത്തമന്ന അൻ നൽതഖിയ ഖരീബൻ വനഖ്ലിയ വഖ്തൻ മുംതിയൻ മഅൻ. ഇവിടെയൊക്കെ നൽതഖിയ എന്നാണ് വായിക്കുമ്പോൾ ഉണ്ടാവുക, വനഖ്ലിയ എന്ന്. കാരണം അന്ന് വന്നതുകൊണ്ട് നസ്ബാണല്ലോ അന്ന് ചെയ്യുക. അത്തമന്ന, ഐ ഹോപ്പ്. വി ക്യാൻ മീറ്റ് സൂൺ. വി ക്യാൻ മീറ്റ് സൂൺ എന്നുള്ളതിന് അന്നൽതഖിയ ഖരീബൻ. അന്നൽതഖിയ ഖരീബൻ. പിന്നെ ആൻഡ് സ്പെൻഡ് സം ടൈം. വനഖ്ലിയ വഖ്തൻ മുംതിഅൻ. സം ഗ്രേറ്റ് ടൈം. വഖ്തൻ മുംതിയൻ എന്നാണ് ഗ്രേറ്റ് ടൈം കേട്ടോ. വഖ്തൻ മുംതിയൻ, ഗ്രേറ്റ് ടൈം. ഓക്കെ. സ്പെൻഡ് എന്നുള്ളതിന് വനഖ്ലി. സ്പെൻഡ്, വനഖ്ലി, മുംതിയൻ, മഅൻ, ടുഗദർ. മഅൻ എന്നുള്ളത് ടുഗദർ. ഓക്കെ. അത്തമന്ന, ഐ ഹോപ്പ്. വി ക്യാൻ മീറ്റ് സൂൺ അൻ നൽതഖിയ ഖരീബൻ ആൻഡ് സ്പെൻഡ് സം ടൈം, ഗ്രേറ്റ് ടൈം ടുഗദർ. വനഖ്ലിയ വഖ്തൻ മുംതിഅൻ മഅൻ. അപ്പോൾ ഗ്രേറ്റ് ടൈം എന്നുള്ളതിന് ചോദിച്ചാൽ എഴുതേണ്ടത് വഖ്തൻ മുംതിയൻ എന്നാണ്. ഓക്കെ. യെസ്. നെക്സ്റ്റ്, ടേക്ക് കെയർ ആൻഡ് സെൻഡ് സം യുവർ ന്യൂസ് സൂൺ. സ്വാഭാവികമായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് എഴുതുമ്പോൾ സുഹൃത്തിൻ്റെ ആരോഗ്യം മറ്റുള്ളതൊക്കെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടി നമ്മളൊന്ന് ആവശ്യപ്പെടും. ടേക്ക് കെയർ, ഒന്ന് ശ്രദ്ധിക്കണേ. ആൻഡ് സെൻഡ് മീ യുവർ ന്യൂസ് സൂൺ, നിങ്ങളുടെ അവസ്ഥകൾ എന്താണെന്നുള്ളതൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരണേ എന്ന് സുഹൃത്തിനോട് എങ്ങനെ ആവശ്യപ്പെടും? ഈ എഴുത്തനി ബിനഫ്സിക്. അഴുത്തനി എന്ന് വായിക്കരുത്. ഈ എഴുത്തനി. ഈ എഴുത്തന എന്നുള്ളതിൻ്റെ അംബ്രാണ് ഈ എഴുത്തനി. ഈ എഴുത്തനി ബിനഫ്സിക്, ടേക്ക് കെയർ. ഈ എഴുത്തനി ബിനഫ്സിക് എന്നുള്ളത് ടേക്ക് കെയർ. ആൻഡ് സെൻഡ് മീ വ അർസില്ലി. വ അർസില്ലി എന്നാണ് സെൻഡ് മീ എന്നുള്ളതിന് പ്രയോഗിക്കുക. യുവർ ന്യൂസ് സൂൺ. യുവർ ന്യൂസ് അഖ്ബാറക.
അഖ്ബാറക്ക എന്നാണ് യുവർ ന്യൂസ്. ഖരീബൻ എന്നുള്ളതിന് സൂൺ. ഓക്കെ, അപ്പോൾ ഒന്ന് കൂട്ടി പറയുകയാണെങ്കിൽ എഴുത്തനി ബി നഫ്സിക, ടേക്ക് കെയർ, അർസില്ലി ആൻഡ് സെൻഡ് മീ, അഖ്ബാറക്ക, യുവർ ന്യൂസ്, ഖരീബൻ, സൂൺ. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. യുവർ സിൻസിയർ ഫ്രണ്ട്. യുവർ സിൻസിയർ ഫ്രണ്ട്, അതിന് അറബിയിൽ എന്താണ് പ്രയോഗിക്കുക? സ്വദീഖുക്കൽ മുഖ്ലിസ്, യുവർ സിൻസിയർ ഫ്രണ്ട്. സ്വദീഖുക്കൽ മുഖ്ലിസ്, യുവർ സിൻസിയർ ഫ്രണ്ട്. ഓക്കെ, അവിടെ മുഖ്ലിസ് എന്നാണ് സിൻസിയർ എന്നുള്ളതിനെ ഉപയോഗിക്കുക. അൽ ഖാലിസ് എന്നും പറയും, അൽ മുഖ്ലിസ് എന്നും പറയും. യുവർ സിൻസിയർ ഫ്രണ്ട് എന്ന് യുവർ നെയിം, നിങ്ങളുടെ പേരാണ് എഴുതേണ്ടത്. ഓക്കെ, ഇതാണ് ഒരു ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഒരു ഉദാഹരണം. ഇനിയും പല ഇൻഫോർമൽ ലെറ്ററുകൾ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, സുഹൃത്ത് ഗൾഫിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗൾഫിൽ പോകുമ്പോൾ അവിടുത്തെ അവസ്ഥകൾ കാര്യങ്ങളൊക്കെ ചോദിക്കണം. അപ്പോൾ അങ്ങനത്തെ രീതിയിലുണ്ടാകും. അല്ലെങ്കിൽ സുഹൃത്ത് ഒരു ഹോസ്പിറ്റലിലാണ്, അല്ലെങ്കിൽ സുഹൃത്തിന് ഒരു എക്സാമിന് നല്ല മാർക്ക് കിട്ടി, അപ്പോൾ പ്രത്യേകമായിട്ട് വിഷ് ചെയ്തുകൊണ്ടുള്ളൊരു കത്ത് എഴുതും. അങ്ങനെ പല രീതിയിലുള്ള കത്തുകളുണ്ടാകും. നമ്മളതൊന്നും ഇവിടെ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വളരെ ഷോർട്ടായിട്ട് ജനറലായിട്ട് എഴുതുന്ന ഒരു കത്ത് മാത്രമാണ് എടുത്തത്. ഫോർ ഫർദർ ഡീറ്റെയിൽസ് നിങ്ങളെന്ത് ചെയ്യണം? സ്വന്തമായിട്ട് നോക്കണം. എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ഇനി പ്രത്യേകമായിട്ട് ഈ ഒരു ഇതിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ കമൻറ്റിലൂടെയോ അല്ലെങ്കിൽ അല്ലാതെയോ ഒന്ന് അറിയിച്ചാൽ മതി. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ മൊത്തത്തിലുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. ഓക്കെ, അസസ്മെൻറ്റ് വളരെ കൃത്യമായി മിസ്റ്റേക്ക് ഇല്ലാതെ പൂർത്തീകരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇലൽ ലിഖാ.